ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിനായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ജനത. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ എന്തൊക്കെ സർപ്രൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ആകാംക്ഷയിലാണ് സാധാരണക്കാർ. ഒരേ സമയം കുറെ പേരെ സന്തോഷിപ്പിക്കുകയും അതുപോലെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കേന്ദ്ര ബജറ്റ് അവതരണത്തിനു പിന്നിൽ വലിയ കഠിനാധ്വാനം തന്നെയുണ്ട്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമടക്കം 100-ലേറെ പേരാണ് ബജറ്റ് തയ്യാറാക്കുന്നതിനും അത് അച്ചടിക്കുന്നതിനും മറ്റുമായി പരിശ്രമിക്കുന്നത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി എല്ലാ വർഷവും പാർലമെന്റിൽ നടക്കുന്ന വ്യത്യസ്തമായ ചടങ്ങാണ് ഹൽവ സെറിമണി. മാസങ്ങളോളം നീളുന്ന ബജറ്റ് തയ്യാറാക്കൽ പ്രക്രിയ ഹൽവ സെറിമണി ചടങ്ങോടെയാണ് പൂർത്തിയാകുന്നത്. ബജറ്റ് തയ്യാറാക്കുന്നതിലും അതിനുള്ള വിവരങ്ങൾ സമാഹരിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമുള്ള ആദരമാണ് ഈ ചടങ്ങ്. പാർലമെന്റിന്റെ നോർത്ത് ബ്ലോക്കിലുള്ള ധനകാര്യ മന്ത്രാലയത്തിലാണ് ആചാരമായ ഈ ചടങ്ങ് നടക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് മധുരം തയ്യാറാക്കി സഹപ്രവർത്തകർക്ക് വിളമ്പുന്നത്. സഹമന്ത്രി പങ്കജ് ചൗധരി ഉൾപ്പെടെ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ധനമന്ത്രി മുതൽ ബജറ്റ് തയ്യാറാക്കാൻ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാർക്കുമുള്ള നന്ദി പ്രകടനം കൂടിയാണ് ഈ മധുരം പങ്കിടൽ. ഹൽവ ചടങ്ങിൽ ധനമന്ത്രി ഒരു വലിയ ചട്ടിയിൽ ഹൽവ തയ്യാറാക്കി വിളമ്പിക്കൊടുക്കുകയും സഹമന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കഴിക്കുകയും ചെയ്യും. അതിനുശേഷം ബജറ്റിന്റെ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുന്നതിനായി ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതുവരെ ബജറ്റ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലും നേരിട്ട് പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥരെ ധനമന്ത്രാലയത്തിന്റെ നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റിൽ 10 ദിവസത്തേക്ക് താമസിപ്പിക്കും. ബജറ്റ് തയ്യാറാക്കുന്നതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് ഈ ക്വാറന്റൈൻ കാലയളവിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവും അനുവദിക്കില്ല. ഇവർക്ക് പുറത്തു പോകാൻ അനുവാദമില്ല. ഫോൺ, സമൂഹ മാധ്യമങ്ങൾ, ഇമെയിൽ എന്നിവ വഴി ആരുമായും ആശയവിനിമയം നടത്താൻ പാടില്ല. ഇവരുടെ ചലനങ്ങളും CCTV-കളിലൂടെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അടുത്ത കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ പോലും ഈ ദിവസങ്ങളിൽ സാധിക്കില്ല. സന്ദർശകരെയും അനുവദിക്കില്ല. അതായത് ജീവനക്കാർക്ക് പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കും. വിവരച്ചോർച്ച തടയാൻ ഇലക്ട്രോണിക് ജാമറുകൾ സ്ഥാപിക്കും. ഫുൾ പ്രൂഫ് സൈബർ സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത്. ധനമന്ത്രിക്ക് മാത്രമേ ഈ മേഖലയിലേക്കും പുറത്തേക്കും പോകാൻ അനുവാദമുള്ളൂ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നതുവരെ ബജറ്റിന്റെ രഹസ്യാത്മകത നിലനിർത്താനും വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഈ വിലക്കുകൾ പിൻവലിക്കും. 1980 മുതലാണ് ഹൽവ സെറിമണി ആരംഭിച്ചത്. 2025 ഫെബ്രുവരി 1 രാവിലെ 11-നാണ് ധനമന്ത്രി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ ഇക്കുറിയും കേന്ദ്ര ബജറ്റ് കടലാസ് രഹിതമായിരിക്കും. 2021-ലാണ് കേന്ദ്രമന്ത്രി ടാബിൽ ബജറ്റ് വായിച്ചു തുടങ്ങിയത്. അതേസമയം 2 തവണ ഇടക്കാല ബജറ്റും 6 തവണ സമ്പൂർണ്ണ ബജറ്റുമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണിത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. നികുതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും കാലാതീതമായ മാറ്റം ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം നികത്താൻ കാര്യമായ നികുതി ഇളവ് തന്നെയാണ് ഇന്ത്യയിലെ മധ്യവർഗം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ശമ്പളക്കാരായ വ്യക്തികളിൽ പ്രതീക്ഷകൾ വാനോളം ഉയരുകയും ചെയ്യുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയാൻ ഇനിയും 2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. ധനമന്ത്രിയാകട്ടെ ഒരു സൂചനയും നൽകുന്നുമില്ല. നീണ്ട 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ഭരണം പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തുമോ എന്നാണ് അറിയാനുള്ളത്.